സഹകരണ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനും കൂടുതൽ ആളുകളെ, യുവജനങ്ങളെയും സമൂഹത്തിലെ എല്ലാ തുറയിൽപ്പെട്ട ആളുകളെ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതൊരു സഹകരണ ജനാധിപത്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണമെന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള നിലപാട്. സമയത്ത് കേരള ബാങ്ക് രൂപീകരണത്തിൻ്റെ സമയത്ത് യു ഡി എഫ് ആശയപരമായൊരു എതിർപ്പ് പറഞ്ഞിരുന്നു. കാരണം നമ്മുടെ സംസ്ഥാനത്തൊരു 3 ടയർ സിസ്റ്റമാണ് ഉള്ളത്. 1629 കാർഷിക ക്രെഡിറ്റ് സംഘങ്ങൾ പാക്സിൻ്റെ തുടങ്ങി, അതിന് മുകളിൽ ജില്ലാ സഹകരണ ബാങ്കുകളും, അതിനു മുമ്പിൽ കേരള സംസ്ഥാന കോപ്പറേറ്റീവ് ബാങ്കും ഉൾപ്പെടുന്ന സുശക്തമായ ഒരു സംവിധാനമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഓരോ ജില്ലാ ബാങ്കുകളും വളരെ RBI അംഗീകാരമുള്ള സ്വതന്ത്ര സംവിധാനങ്ങളുമായിരുന്നു. അപ്പോഴാണ് ഇതിനെ അമാൽഗമേറ്റ് ചെയ്ത് കേരള ബാങ്ക് രൂപപ്പെടുത്തിയത്. മലപ്പുറം ജില്ല മാത്രമാണ് ആ കാര്യത്തിൽ കേസുമായി മുന്നോട്ട് പോയത്. അപ്പം അന്നത് രൂപീകരിക്കാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന അഭിപ്രായം അന്ന് മുതൽ തന്നെ UDF പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം അത് താഴെയുള്ള നമ്മുടെ പ്രാഥമിക ബാങ്കുകളുടെ നിലനിൽപ്പിനെ തന്നെ, അല്ലെങ്കിൽ പ്രാഥമിക ബാങ്കുകളെ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനമായിരുന്നില്ല. കാരണം ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുത്തുകൊണ്ടിരുന്നത് ഈ ജില്ലാ ബാങ്കുകളായിരുന്നു. മാത്രമല്ല 2 ജില്ലാ ബാങ്കുകൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ലാഭത്തിലുമായിരുന്നു. അന്നങ്ങനെ ഒരു എതിർപ്പുണ്ടായെങ്കിലും കേരള ബാങ്ക് രൂപപ്പെട്ടു. കേരള ബാങ്ക് ഇപ്പോൾ നിലവിൽ ഒരു സംവിധാനമായി നിലനിൽക്കുന്നുണ്ട്. മലപ്പുറത്തെ സംബന്ധിക്കുന്ന കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. എന്താണെങ്കിലും ഇപ്പോൾ നിലവിൽ നയപരമായി അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ല. UDFൻ്റെ നയം നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളെയും സഹകരണ മേഖലയും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്, സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ തീരുമാനങ്ങളെല്ലാം തന്നെ അതിനുകൂടി അനുസൃതമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മുൻകൂറായിട്ടൊരു അഭിപ്രായം ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നത് ഉചിതമല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും തന്നെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതൊരു നയത്തിൻ്റെ കൂടി ഭാഗമായിട്ട് എടുക്കേണ്ട തീരുമാനം. ഒരു ദിവസം കൊണ്ട്, ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ തീരുമാനം പ്രഖ്യാപിക്കുക എന്നത് ശരിയായ കാര്യമല്ല. നിലവിൽ അത്തരം ഒരു തീരുമാനവും എടുത്തിട്ടില്ല. കേരള ബാങ്കിലും നിലവിൽ പരമാവധി പ്രോത്സാഹനം കൊടുത്തുകൊണ്ടൊരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അത് സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും അനിവാര്യമാണല്ലോ. ഇപ്പോൾ 1,29,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഒരു വർഷം കേരള ബാങ്കിൻ മുഖാന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1,29,000 കോടി രൂപയുടെ ഒരു ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനത്തെ, പ്രത്യേകിച്ച് സർക്കാരിന് 45% ഓഹരി ഉള്ള ഒരു പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിലാകമാനം റിസർവ് ബാങ്ക് ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം, നമ്മൾ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചാൽ ചുരുങ്ങിയ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ജില്ലാ സഹകരണ ബാങ്കുകളില്ലാതെ ഒരു അപ്പെക്സ് ബോഡി മാത്രമുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നത്. കേരളത്തിലാണ്, വലിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമാണ് ഇത്തരം ഒരു സിസ്റ്റം ഉള്ളത്. അപ്പോൾ വിമർശനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീണ്ടും ജില്ലാ സഹകരണ ബാങ്കുകൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നയപരമായ ഒരു തീരുമാനവും ഇതുവരെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഏത് തീരുമാനവും എടുക്കുന്നത് അവധാനതയോടെ, കൃത്യമായ പഠനത്തോടെ, അത് ഏത് തരത്തിലാണ് സഹകരണ പ്രസ്ഥാനങ്ങളെയും സമ്പദ് വ്യവസ്ഥയ്ക്കും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് പഠിച്ചുകൊണ്ട് മാത്രമേ ഏത് തീരുമാനവും സ്വീകരിക്കുകയുള്ളൂ. അല്ല, അങ്ങനെ കേരള ബാങ്ക് ഇപ്പോൾ തുടരുകയാണല്ലോ. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു പഠനത്തിലും കാര്യത്തിനും ശേഷം മാത്രമേ, അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് കേരള ബാങ്ക് നാളെ വെട്ടിമുറിക്കും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അത് പറയുന്നതും ശരിയായൊരു കാര്യമല്ല. ഏത് തീരുമാനവും അവധാനതയോടുകൂടി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന, സഹകരണ മേഖലയ്ക്ക് ഗുണകരമാകുന്ന തീരുമാനങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു സഹകരണ പ്രസ്ഥാനത്തെ, ഒരു ബാങ്കിനെ വിഭജിക്കുന്നത് കേക്ക് മുറിക്കുന്നതോട്ടല്ലല്ലോ. ഒരു ബർത്ത്ഡേ കേക്ക് മേടിച്ച് പെട്ടെന്നൊരു ദിവസം മുറിച്ച് മാറ്റുന്നതായിട്ടാണോ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പെക്സ് ബോഡിയെ ഡിവൈഡ് ചെയ്യുക? അതിന് ഒത്തിരി നിയമപരമായ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ നയപരമായി അത് സ്വീകരിക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് തീരുമാനിക്കണം. ഞാൻ ആ ഒരു കാര്യം റൂൾ ഔട്ട് ചെയ്തുകൊണ്ടല്ലല്ലോ പറഞ്ഞത്. റൂൾ ഔട്ട് ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം നാളെ ചെയ്യുമെന്നല്ല. അതെല്ലാം തന്നെ ഏത് തീരുമാനത്തെക്കുറിച്ചും വളരെ അവധാനതയോടുകൂടി മാത്രമേ, കൃത്യമായി പഠിച്ചും അതുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ സ്വീകരിക്കാൻ സാധ്യമേ. നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പ് ഇപ്പോഴും ആശയപരമായി തന്നെ UDF അത് പ്രകടിപ്പിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പം തന്നെ അന്ന് പറഞ്ഞിരുന്നൊരു കാര്യം, ഏകദേശം 1,400 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു ജില്ലാ സഹകരണ ബാങ്കുകൾ എന്നുള്ളൊരു കാര്യം അന്ന് ഉന്നയിച്ചിരുന്നു. കാരണം എന്താ, നവംബറിലാണ് തീരുമാനമെടുത്തത്.
ഒരു വർഷത്തിൻ്റെ നവംബർ മാസത്തിൽ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായി ജില്ലാ സഹകരണ ബാങ്കുകൾക്കൊടുപ്പ് എല്ലാ ബാങ്കുകൾക്കും കിട്ടാനുള്ള പണം തിരികെ വരുമോ? അതൊരു മാർച്ച് മാസത്തിൽ എത്തുമ്പോൾ മാത്രമല്ലേ യഥാർത്ഥത്തിൽ ഒരു സഹകരണ ബാങ്കിൻ്റെ യഥാർത്ഥ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മാർച്ച് മാസം കണക്ക് കൂട്ടണം. അപ്പോൾ അത് 1500 എന്നുള്ള യഥാർത്ഥത്തിൽ വളരെയധികം ഉയർത്തി കാണിച്ചൊരു കണക്കാണ്. ഒരു 500 കോടി ഒക്കെ വന്നേക്കാം നഷ്ടം അതിൽ. പക്ഷേ അന്നത്തെ ഒരു ന്യായീകരണത്തിന് വേണ്ടി നവംബർ മാസത്തിൽ തന്നെ അമാൽഗമേഷൻ നടത്താൻ ആ മാസത്തെ കണക്കെടുക്കുമ്പോൾ വലിയ നഷ്ടമായി ഉയർത്തി കാണിക്കപ്പെട്ടു. അപ്പോൾ അത്തരം വിമർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഉള്ളൊരു പൊസിഷൻ പറഞ്ഞാൽ നിലവിൽ കേരള ബാങ്ക് എന്നത് 1,29,000 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന കേരളത്തിൻ്റെ അപ്പെക്സ് ബോഡിയാണ്. മലപ്പുറമാണ് മാറി നിൽക്കുന്നതെന്ന് സുപ്രീം കോടതിയിൽ അതിൻ്റെ കേസ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ നിലപാടുകൾ സർക്കാർ തീരുമാനിക്കും. ആ കേസുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണെന്നുള്ളത് സർക്കാർ കൃത്യമായി തീരുമാനിച്ച് സുപ്രീം കോടതിക്ക് മുമ്പായി അറിയിക്കും. ബാക്കിയുള്ള കാര്യത്തെ സംബന്ധിച്ച് അത്തരമൊരു നയം യു ഡി എഫിന് ഉണ്ടായിരുന്നു, അത്തരം അഭിപ്രായം ഇപ്പോഴും യു ഡി എഫിനുണ്ട്. പക്ഷേ അത് കൃത്യമായ പഠനത്തോടുകൂടി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന സമയത്ത് എടുക്കേണ്ടതുപോലെ തീരുമാനങ്ങളുണ്ടാകും. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. തീർച്ചയായും നമ്മൾ സഹകരണ മേഖലയിൽ ഈ സർക്കാരിൻ്റെ നയം സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുക, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിക്ഷേപകരുണ്ട്, വായ്പ എടുത്തവരുണ്ട്, സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഹകാരികളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ആദ്യ തീരുമാനം വായ്പ എടുത്തവർക്കൊരു ആശ്വാസം പകരുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഞാൻ മന്ത്രിയായ ആദ്യ ദിവസങ്ങളിൽ ഇപ്പോഴും വരുന്നു 100 കണക്കിന് ആളുകളാണ് മന്ത്രി ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം കേരള ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് അതിൻ്റെ ജപ്തി, മറ്റ് സംഘടനകളിൽ നിന്ന് അതിൻ്റെ ജപ്തി നടപടികൾ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഒരു വളരെ വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം എടുത്തൊരു തീരുമാനം ആശ്വാസ് 26 എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചു. 3 മാസത്തേക്ക് ഓഗസ്റ്റ് 31 വരെ നീണ്ടു നിൽക്കുന്ന വൺ ടൈം സെറ്റിൽമെൻറ്റ്. അതിന് 2 പ്രയോജനങ്ങളുണ്ട്. ഒന്ന് എന്നത് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് അവരുടെ കുടിശ്ശികയായി കിടക്കുന്ന കിട്ടാക്കടമായി നിൽക്കുന്നത് തിരിച്ചെടുക്കാൻ കിട്ടുന്ന ഒരു അവസരം. അതേസമയത്ത് തന്നെ ജനത്തിന് വിൽപ്പന, ലേലം ചെയ്യുന്നതും ജപ്തി ചെയ്യുന്നതൊക്കെ നിർത്തലാക്കി 3 മാസക്കാലത്തിനുള്ളിൽ അവരുടെ വായ്പ അവസാനിക്കാൻ കിട്ടുന്നൊരവസരം. ഈ 2 കാര്യങ്ങൾ അതിനകത്ത് പിന്നിലുണ്ട്. ഇത് പ്രഖ്യാപിച്ചു നടപ്പിലാക്കി. പക്ഷേ എനിക്ക് ആദ്യഘട്ടത്തിൽ ഇത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ജനത്തിനോട് വേണ്ടത്ര രീതിയിൽ പല സഹകരണ സംഘങ്ങളും അതിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല എന്ന് തുടക്കത്തിൽ എനിക്ക് ഇമ്പ്രഷൻ ഉണ്ടായി. കാരണം നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ചെന്ന് വൺ ഡേ സെറ്റിൽമെൻറ്റ് അപേക്ഷ കൊടുത്തു. എന്താ ചെയ്യേണ്ടത്? അപേക്ഷ സ്വീകരിക്കണം, അതിൻ്റെ റെസിപ്റ്റ് നൽകണം. എന്നിട്ട് പ്രാഥമികമായ ബാങ്ക് തല സമിതി കൂടി ഈ ആശ്വാസ് പദ്ധതി പ്രകാരം എത്ര രൂപ കൊടുക്കാൻ സാധിക്കുമെന്ന്, അല്ലെങ്കിൽ പിഴപ്പലിശ ഒഴിവാക്കി പലിശ എത്ര ശതമാനം കൊടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി ഒരു കൃത്യമായ ഒരു അവാർഡ് തയ്യാറാക്കി അവർക്ക് കൊടുക്കണം. എന്നിട്ട് പറയണം, ഇതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റാവുന്ന പരമാവധി കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഇതിന്മേൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉയർന്ന കമ്മിറ്റികൾ JRനെയും അതിന് മുകളിൽ സംസ്ഥാന സമിതി കൊണ്ട് സമീപിക്കണം. ഇതൊരു മാന്യമായ സമീപനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ജനത്തിനോട് സംസാരിക്കേണ്ടത്. പക്ഷേ പല സംഘങ്ങളും അങ്ങനെ ചെയ്യാതെ ആളുകൾക്ക് ഒരു അപേക്ഷ അയക്കുന്ന തുണ്ടു പേപ്പറിൽ ഇത്രേ പറ്റൂ, ആ ഒരു സമീപനം വന്നു കഴിഞ്ഞപ്പോൾ നിയമസഭയിൽ ഞാൻ അതിനെതിരെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അതിനുശേഷം രജിസ്ട്രാർ തന്നെ 14 ജില്ലാ ജോയിൻറ്റ് രജിസ്ട്രാർമാരെയും ആളുകളെയും വിളിച്ചിരുത്തി നമ്മളൊരു സന്ദേശം കൊടുത്തു. ഈ 3 മാസക്കാലം ഇത് സംഘങ്ങൾക്ക് പ്രയോജനപ്രദവുമാണ്, കുടിശ്ശിക ഇല്ല വർഷങ്ങളായി കിട്ടാക്കടമായി കിടക്കുന്നത് തിരിച്ചു കിട്ടാൻ ഒരു അവസരമാണ്, ജനത്തിനും ആശ്വാസമാണ്. അത് കേരള ബാങ്കുമായി സംസാരിച്ച് കേരള ബാങ്കിൻ്റെ പ്രത്യേകമായ റെസല്യൂഷൻ രജിസ്ട്രാറിന് നൽകി ഓഗസ്റ്റ് 31 വരെ കേരള ബാങ്കിനും അത് ബാധകമാക്കി. കാർഷിക വികസന ബാങ്കുമായി സംസാരിച്ച് അവരുടെ റെസല്യൂഷൻ വാങ്ങി അവർക്കും ബാധകമാക്കി. അപ്പം നിലവിൽ സംസ്ഥാനത്തെ എല്ലാ സഹകരണ സംഘങ്ങൾ സഹകരണ ആക്റ്റിലെ സെക്ഷൻ 2 പ്രകാരം രജിസ്ട്രാറിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ സംഘങ്ങൾക്കും ബാധകമാക്കിയോടെ ഈ 3 മാസത്തിനിടയിൽ വായ്പ, അത് ചിലതൊക്കെ 50% വരെ വായ്പ ഇളവ് വരുന്നു. അത് മാറാരോഗമൊക്കെ ബാധിക്കുന്നവർക്ക് 65% വരെ വായ്പ ഇളവ്, ഈ പലിശ ഇളവ് കിട്ടുന്നതാണ്. പിഴപ്പലിശ പൂർണ്ണമായി ഒഴിവാക്കപ്പെടുന്നതാണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും സംഘങ്ങൾക്കും പ്രയോജനപ്പെടും, ലോൺ എടുത്തിരിക്കുന്നവർക്കും വലിയ തോതിൽ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം നല്ല പോസിറ്റീവ് റിസൾട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഡിപ്പോസിറ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായൊരു പ്രതിസന്ധി ഉണ്ട് എന്നത് സത്യമാണ്. ഇപ്പം നമ്മൾ അതിനുവേണ്ടി ഞങ്ങളൊരു കണക്കെടുത്തു. സംസ്ഥാനത്ത് സർചാർജ് ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സംഘങ്ങളുടെ കണക്ക് നിലവിൽ എടുത്തു. കൂടാതെ 65 എൻക്വയറിയും മറ്റിത്തരം പ്രതിസന്ധിയുള്ള സംഘങ്ങളുടെ കണക്കും ശേഖരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അസസ്മെൻറ്റ് സർക്കാരും സഹകരണ രജിസ്ട്രാറും കോപ്പറേറ്റീവ് സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങൾ തുടർച്ചയായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളതിൽ മനസ്സിലായ ഒരു കാര്യം, ഒന്ന്, ഡിപ്പോസിറ്റേഴ്സിനെ സഹായിക്കണം. ഡിപ്പോസിറ്റിനെ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ സാധിക്കും? അപ്പോൾ അതിൽ ഒന്ന് നമ്മുടെ മുമ്പിലുള്ളൊരു സ്കീമെന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടീസ് ഫണ്ടുണ്ട്. അങ്ങനെ ഒരു ബോർഡ് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ ആക്ട് വരെ നിലവിലുണ്ട്. അപ്പോൾ അതെല്ലാ സംഘങ്ങളും ഇതിനകത്ത് ചേരണം, ഡെപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടീസ് സ്കീമിൽ ചേരണം. പക്ഷേ കണക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ 8000-ഓളം സംഘങ്ങളിൽ 4000
എണ്ണം മാത്രമേ ഇതിനകത്ത് പൂർണ്ണമായി ചേർന്നവരുള്ളൂ. അപ്പോൾ നമ്മളെടുത്തൊരു തീരുമാനം അടുത്ത ദിവസങ്ങളിൽ 100 ദിന പരിപാടിയിലെ ഒരു പ്രധാനപ്പെട്ട ആശയമായിട്ട് മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ വായ്പ കൊടുക്കുന്ന സംഘങ്ങളും ഡെപ്പോസിറ്റീസ് ഗ്യാരണ്ടി സ്കീമിൽ ചേർത്ത് ഇതിനെ വിപുലപ്പെടുത്തുക, ഒരു സംരക്ഷണം കൊടുക്കുക. അത് ചേരാത്തവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് പോലും ശ്രദ്ധയില്ലാത്ത സംഘമാണെന്ന ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി തന്നെയാണ് അത് ആലോചിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. 2, ഈ ഡിപ്പോസിറ്റീസ് ഗ്യാരണ്ടീസ് ഫണ്ടിൽ ഇപ്പം നിലവിലുള്ള നിയമപ്രകാരം ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന സംഘങ്ങൾക്ക് മാത്രമേ ഈ ഒരു സഹായം കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യുന്ന സംഘങ്ങൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ്, ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആവാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു ഭേദഗതി വരുത്തി അത്തരത്തിൽ ഈ ആളുകൾക്ക് ഈ പ്രതിസന്ധി നേരിടുന്ന സംഘങ്ങളിലേക്ക് ഇത് കൊടുത്ത് വായ്പ ഈ ഡിപ്പോസിറ്റ് ചെയ്തവർക്കൊരു സഹായം അതിൽ നിന്ന് ലഭ്യമാക്കാനുള്ളൊരു പദ്ധതി പ്രവർത്തന പദത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. കൂടാതെ റിവൈവൽ ഫണ്ടുണ്ട്. റിവൈവൽ ഫണ്ട് എന്നത് തകർന്നു കിടക്കുന്ന പ്പിക്കാൻ ആവശ്യമായ ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിലൊരു പ്രത്യേക മാനദണ്ഡം ഉൾപ്പെടുത്തി, അതായത് ഈ ഫ്രോഡുലൻസ് അതുപോലെയുള്ള തട്ടിപ്പ് നടത്തി തകരാത്ത സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തകർച്ച നേരിടും. ഇപ്പോൾ വായ്പ കൊടുത്തിട്ട് തിരികെ കിട്ടാത്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല സാഹചര്യങ്ങളിൽ പ്രതിസന്ധിയിലാവുന്ന സംഘങ്ങളെ സംബന്ധിച്ച് അവർക്ക് റിവൈവൽ ഫണ്ട്, നല്ല റിവൈവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ കൃത്യമായിരിക്കണം. ഇങ്ങനൊരു പദ്ധതി സമർപ്പിച്ച് നമ്മുടെ ഒരു റിവൈവൽ ഫണ്ട് നൽകിയാൽ ആ പണം ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുമെന്നും അതുവഴി സംഘങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് ഡിപ്പോസിറ്റ് പണം കിട്ടുന്ന തരത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ചർച്ചയിലാണ്. കൂടാതെ സർക്കാർ മറ്റ് മാർഗങ്ങളും ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ യോഗമുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഗൗരവതരമായി ആലോചിച്ച് സംസ്ഥാനത്ത് നിക്ഷേപം നഷ്ടപ്പെട്ട ആളുകളിൽ നിന്ന്, അതോടെ ഈ തട്ടിപ്പ് നടത്തിയ സ്ഥലങ്ങളുണ്ട്, തട്ടിപ്പ് നടത്തിയ സ്ഥലങ്ങളിൽ സർചാർജ് വളരെ ശക്തമായിട്ട് പിരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ തട്ടിപ്പ് നടത്തിയ ആളുകളിൽ നിന്നും അത് ഈടാക്കാൻ ആവശ്യമായ നടപടി ശക്തമായി സ്വീകരിക്കുക, മറ്റ് മാർഗങ്ങൾ ആലോചിക്കുക. കൂടാതെ മറ്റ് അസിസ്റ്റൻസ് ഏതൊക്കെ തരത്തിൽ ലഭിക്കാമെന്നതിനെക്കുറിച്ചുമുള്ള കൂടിയാലോചനകളും നടന്നു വരികയാണ്. നിക്ഷേപകരുടെ പണം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റുണ്ട്. അത് തീർച്ചയായിട്ടും തിരികെ നൽകാനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. മറ്റ് ജനോപകാരപ്രദമായ കാര്യങ്ങളും ഇപ്പോൾ റിസ്ക് ഫണ്ട്, ഇപ്പോൾ ഒരാൾക്കൊരു ഗുരുതരമായ ഒരു അസുഖം ബാധിച്ചു, ലോൺ എടുത്ത ഒരാളാണ്, അല്ലെങ്കിൽ കുടുംബം ലോൺ എടുത്തു, അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം വന്നു, മാരകമായ ഒരു അസുഖം വന്നു, മരിച്ചുപോയി. അപ്പോൾ 3 ലക്ഷം രൂപ വരെ സഹായം റിസ്ക് ഫണ്ടിൽ നിന്നും ലഭിക്കാവുന്നതാണ്, ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ റിസ്ക് ഫണ്ട് സ്കീം പ്രകാരം. പക്ഷേ ഇപ്പം നിലവിൽ അപേക്ഷിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, 6 മാസം വരെ കുടിശ്ശിക ഉണ്ടാവരുത്. 6 മാസം ഇപ്പോൾ ക്യാൻസർ ബാധിച്ച് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന കുടുംബത്തിന് ഈ കുടിശ്ശിക തീർക്കാൻ പറ്റുമോ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു, നിരവധി അർഹതയുള്ള ആളുകൾക്ക് ഈ സഹായം നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൽ ലഘൂകരിച്ചുകൊണ്ട് ഇത്തരം മാരക രോഗങ്ങൾ ബാധിക്കുന്നവർക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ വരുന്നവർക്കോ കുടിശ്ശിക ഉണ്ടെങ്കിലും ലഭിക്കാൻ ആവശ്യമായ ഭേദഗതികളെക്കുറിച്ചുള്ള നിർമ്മാണവും നടന്നു വരികയാണ്. അപ്പോൾ ജനങ്ങളെ പരമാവധി സഹായിക്കുക. കൂടാതെ ഇപ്പോൾ സംഘങ്ങളെ എങ്ങനെ ശക്തിപ്പെടുത്താം, ഇത്തരത്തിൽ ഡിപ്പോസിറ്റർക്കും വായ്പക്കാർക്കും സഹായിക്കുന്നതോടൊപ്പം തന്നെ സംഘങ്ങളെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചുള്ള പ്രവർത്തന പദ്ധതികളും ആവിഷ്കരിച്ചു വരികയാണ്. അപ്പോൾ സമഗ്രമായി സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തി ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ ഏറ്റവും വലിയ നട്ടലായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം, സർക്കാരിൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സംഘങ്ങളെയും പ്രതിസന്ധിയിലായിരിക്കുന്ന എല്ലാ സംഘങ്ങളുടെയും റിപ്പോർട്ട് ഇങ്ങനെ സഹകരണ മന്ത്രാലയത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ സംഘങ്ങളുടെയും ഓരോ സിംഗിളായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സർചാർജ് ഏർപ്പെടുത്തുന്നതും അല്ലാത്തതുമായ പ്രതിസന്ധിയിലായിരിക്കുന്ന മുഴുവൻ സംഘങ്ങളുടെയും റിപ്പോർട്ട് ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മഗിരിയെ സംബന്ധിച്ച് ഇവിടെ ചോദ്യം ഉയർന്ന സ്ഥിതിക്ക് പ്രത്യേകമായി പരിശോധിച്ച് അക്കാര്യത്തിൽ അടിയന്തര തീരുമാനങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, സഹകരണ സംഘങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ ഞാനതുകൊണ്ട് സഹകരണ മന്ത്രി എന്ന നിലയിൽ മുഴുവൻ സ്ഥലങ്ങളിലെയും വിശദമായ റിപ്പോർട്ട് നൽകാൻ സഹകരണ സംഘം, പുതിയ സഹകരണ സംഘം രജിസ്ട്രാറാണ് അദ്ദേഹം, ഓരോന്നും ക്രോഡീകരിച്ച് ഞങ്ങളൊരു വലിയ ഒരു പ്ലാൻ തന്നെ ഈ കാര്യത്തിൽ തയ്യാറാക്കുകയാണ് ഓരോ ബാങ്കുകളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ. നിലവിൽ 23 വയസ്സ് കേരളത്തിൻ്റെ അബ്കാരി ആക്ട് 15C പ്രകാരം 23 വയസ്സുള്ള ആൾക്ക് മാത്രമേ മദ്യം വാങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പിലുണ്ട്. അത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകും. അല്ലാതെ ഞാൻ പറഞ്ഞത് ലംഘിക്കാതിരിക്കണമെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണല്ലോ സർക്കാരിൻ്റെ നടപടി. ഇതിപ്പോൾ ഒരു ഭരണപരമായ നിലപാടാണ്. നമ്മുടെ നിയമം 23 വയസ്സാണ് അനുശാസിക്കുന്നതെങ്കിൽ ആ നിയമം എന്ത് ചെയ്യപ്പെടേണ്ടതുണ്ട്, പാലിക്കപ്പെടേണ്ടതുണ്ട്. അതിനാവശ്യമായ നടപടി സ്വീകരിക്കുക എന്നത് എക്സൈസ് വകുപ്പിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ അതിനുള്ളൊരു പ്രോസസ്സിലാണ്, തീരുമാനങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടെന്നാണ് കരുതിയത്, അല്ലേ? അന്നുണ്ടായിരുന്നു എന്ന് കരുതുന്നു. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായപ്പോൾ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിച്ചു.
നമുക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത LDF ആണ്. നാളെ ഇത് വിൽപ്പനയ്ക്കുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ചുമത്താൻ പോകുന്ന നികുതി സ്ലാബാണ് പ്രഖ്യാപിച്ചത്. വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഞാനിവിടെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വിൽക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത് ആരാണ്? അന്തിമമായ ഒരു അനുമതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ നേരത്തെ അതിനു മുമ്പും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മദ്യനയം വന്നുമ്പോൾ മാത്രമേ ഈ കാര്യത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ, തീരുമാനം വരികയുള്ളൂ. ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സും പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തൊരു മദ്യം വിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ലേബൽ രജിസ്ട്രേഷൻ നമ്മൾ ലേബൽ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാനത്തെ എക്സൈസ് കമ്മീഷൻ മുമ്പായി ലേബൽ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണം. ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷം ആ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനി പിന്നെ ബിവറേജസ് കോർപ്പറേഷനുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഏർപ്പെടുത്തണം. എന്നിട്ടാണ് ഇത് വിൽക്കാനുള്ള അനുമതി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഒരു ഉദാഹരണത്തിനായിട്ട് പറഞ്ഞു, ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ ലോ ആൽക്കഹോളിക് ബിവറേജസ് ഈ മിലിറ്ററി ക്യാൻറ്റീനുകൾ ഉൾപ്പെടെ കൊടുക്കുന്ന കാര്യത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ CPM സൈബർ ഹാൻഡിലുകൾ മന്ത്രിക്ക് എന്തറിയാം, ഇതെന്ത് പൊട്ടത്തരമാണ് പറയുന്നത്, അതായത് പിന്നെ മിലിറ്ററി ക്യാൻറ്റീന് ഇത് കൊടുക്കുന്നത് കേന്ദ്രമല്ലേ, ഇത് മന്ത്രി ഇതല്ലോ അറിഞ്ഞിട്ടാണോ ഇറങ്ങുന്നതൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ മിലിറ്ററി ക്യാൻറ്റീനുകൾ ഉൾപ്പെടെ എവിടെയാണെങ്കിലും ലൈസൻസ് നൽകേണ്ട ഉത്തരവാദിത്വം ആരാണെന്നറിയാമോ? സംസ്ഥാന എക്സൈസ് വകുപ്പാണ്. അപ്പോൾ ലേബൽ രജിസ്റ്റർ ചെയ്ത് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് MOU ഉൾപ്പെടെ വന്ന് പെർമിറ്റ്, ഇവിടെയാണ് 2 പെർമിറ്റ് കൊടുക്കണം. ഈ 2 പെർമിറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, മദ്യം ഇവിടെ വിൽക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അപ്പം ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ ഒരു തീരുമാനം വരുന്നതിന് മുൻപ് വന്നു കഴിഞ്ഞാൽ അത് നിരസിക്കപ്പെടാനുള്ള തീരുമാനം നമ്മൾ സ്വീകരിക്കേണ്ടി വരും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അത് വീണ്ടും പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് മാത്രമാണ്, നയപരമായ തീരുമാനം മാത്രമാണ്, അത് കഴിഞ്ഞാലും അപ്പോൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ എക്സൈസ് വകുപ്പ് അനുമതി കൊടുക്കണം. അത് വരണമെങ്കിൽ എന്ത് തീരുമാനിക്കണം, മദ്യനയം നിലവിൽ വരണം എന്ന് പറഞ്ഞു. അത് കൂടാതെ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തവണ ഫിനാൻസ് ബില്ല്, നിങ്ങൾ ആ ഫിനാൻസ് ബില്ല് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുമെന്ന് കരുതിക്കുന്നു, അതിനകത്തൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതായത് പേരൻറ്റ് ബില്ല് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് ശേഷം മാത്രമേ ഈ പേരൻറ്റ് ബില്ല് നിലവിൽ വരും. പേരൻറ്റ് ബില്ലിലെ ക്ലോസ് 3 and 5 നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെന്നൊരു ക്ലോസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഫിനാൻസ് ബില്ല്, സാധാരണ ഏത് ബില്ലാണെങ്കിലും ഒരു ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞ് പാസ്സാക്കിയാൽ ദ ഡേ ഇറ്റ് കംസ് ടു ഫോഴ്സ് എന്നുള്ളതാണ്. പക്ഷേ നമുക്കൊരു ക്ലോസ് ഉൾപ്പെടുത്താൻ സാധിക്കും. അതായത് ചില കേസുകളിൽ ദ പേരൻറ്റ് ബിൽ ഡെലിഗേറ്റ്സ് ദ പവർ, അതായത് പേരൻറ്റ് ബില്ല് ഡെലിഗേറ്റ്സ് ദ പവർ ടു നോട്ടിഫിക്കേഷൻ. ഇഫ് ദ പേരൻറ്റ് ബിൽ ഡെലിഗേറ്റ്സ് ദ പവർ ടു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ എന്ത് നിലവിൽ വരത്തുള്ളൂ, ഫിനാൻസ് ബില്ല് നിലവിൽ വരത്തുള്ളൂ. അപ്പം നിലവിൽ ഇപ്പോൾ പാസ്സാക്കിയേക്കുന്ന സ്ഥിതി പ്രകാരം ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ എന്ത് നിലവിൽ വരണം, നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? ഞാൻ പറയട്ടെ, അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞ നിലപാട് ഇപ്പോൾ പലർക്കും ചിലർക്കൊക്കെ തോന്നും, ഇപ്പോൾ എക്സൈസ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു, പിന്നെ എക്സൈസ് മന്ത്രി ഇങ്ങനെ പറയുന്നു, അല്ലെ, ഇതൊക്കെ ഞങ്ങളെല്ലാം സംസാരിച്ച കൃത്യമായ ധാരണകളോട് തന്നെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു സ്ലാബാണ്, ഞാൻ പറഞ്ഞു ഇത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അനുമതി എക്സൈസ് വകുപ്പിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ എന്താണ്? ഫിനാൻസ് ബില്ല് വന്നു, പക്ഷേ അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം, നോട്ടിഫിക്കേഷൻ വരണം. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് എന്ത് വരണം, മദ്യനയം വരണം. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി UDFൻ്റെ പൊസിഷനിൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. പറഞ്ഞതൊക്കെ കൃത്യമാണ്. ഇത് പറഞ്ഞത് അറിയാൻ മേത്ത പലർക്കും പലതും ചിന്തിക്കാം.